ഹായ് ഗൈസ്, എൻ്റെ പേര് ആശ്മി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിസ്റ്റാണെന്ന്. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോഴും അതിന് തമാശയ്ക്കായാലും ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് കൂടുതൽ വൃത്തിയുള്ളവർ നമ്മൾ OCD ആണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, വൃത്തിയുള്ളവരാണോ ശരിക്കും? വൃത്തിയുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് OCD ഉണ്ടെന്നുണ്ടോ? ശരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി കറക്റ്റ് ഒരു ധാരണ ഇല്ലല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാം, എന്താണ് OCD, എന്താണ് ശരിക്കും ആ ഒരു ഡിസോർഡർ. ശരിക്കും OCD എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതൊരു മെൻ്റൽ ഇൽനെസ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ സിംറ്റംസ് എന്നൊക്കെയാണ് ഈ വീഡിയോ പറയാമെന്ന് ഓർത്ത്. സോ അതിന് 2 പാർട്ടുണ്ട്, അതായത് ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. ഈ ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ആണ് അതിൻ്റെ സിംറ്റംസ്. സോ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു അൺവാണ്ടഡ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് തോട്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു ചിന്ത ഒരു കാര്യത്തിനോട്. ഇപ്പോൾ വൃത്തിയെ തന്നെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അഴുക്കുണ്ടാവും, അഴുക്ക് എൻ്റെ കൈമയാവും, അത് എനിക്ക് എന്തെങ്കിലും അസുഖം വരുത്തുക അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് അസുഖം വരുത്തുക എന്നുള്ളൊരു ആവശ്യമില്ലാത്തൊരു ചിന്ത. അല്ലെങ്കിൽ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തില്ല, അയ്യോ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരാളോട് ആൾ എന്നെ വിട്ട് പോയി എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഒബ്സഷൻ ആളോട്, അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവും, വണ്ടി കയറി ആക്സിഡൻറ്റ് ഉണ്ടാവും, കാർ ആക്സിഡൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള തോട്ട്, ഒബ്സസീവ് തോട്ട്സ്, അല്ലെങ്കിൽ സെക്ഷലി ആയിട്ടുള്ള ഒരു ഒബ്സസീവ് തോട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റും എന്നുള്ളൊരു തോട്ട്, ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ഇമേജസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒബ്സഷൻ. നമുക്കിങ്ങനെ ഒബ്സഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കും. ആ പ്രിവെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ തൊട്ട് എനിക്ക് അഴുക്കുണ്ടാവും, എനിക്ക് അസുഖം വരും, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും അസുഖം വരും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മൊത്തം ഞാൻ എന്നെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3, 4, 5 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പുറത്ത് പോയി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഞാൻ വണ്ടി കയറാണ്ടിരിക്കുക, പുറത്ത് പോകാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ ഒരാളോട് ഒബ്സഷൻ വരും, നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ആളെങ്ങനെ നമ്മുടെ ബിഹേവിയർ എപ്പോഴും ആൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ആളുടെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ റിലീജിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ആ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓൾറൈറ്റ്, എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെടുമെന്ന് ഓർത്ത് നമ്മൾ അത്രയും ടെൻഷനോട് നമ്മളിങ്ങനെ പോരുന്നു ഭയങ്കരമായിട്ടൊരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ, അതായത് നമുക്ക് നമ്മുടെ ആൻസൈറ്റീനെ കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കമ്പൽഷൻ. നോർമലി എല്ലാവർക്കും ചെറിയൊരു ഒബ്സഷനൊക്കെ ഉണ്ടാവും, നമ്മൾ ചെറിയ കാര്യം കൊണ്ട് ഒബ്സസ്ഡ് ആയിരിക്കാം, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു ഡിസോർഡർ അല്ല. പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമുക്ക് നിർത്താൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഡിസോർഡറാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അടുത്ത വീഡിയോ പറയാം. അത്രേ ഉള്ളൂ. ബൈ.